നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ കഥകളുമായി കണ്ടുമുട്ടിയിട്ട്. ഇന്ന് വ്യത്യസ്തമായ ഒരു കഥ നമുക്ക് കേൾക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അയൽപക്കത്തുള്ള വീട്ടുകളിൽ നിന്ന് പുഷ്പങ്ങൾ പറിച്ചിട്ടുണ്ടോ? അത് അവരുടെ അനുവാദം കൂടാതെയാണോ പറിച്ചത്? അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്ത് നിന്നോ വേറെ വീടുകളിൽ നിന്നോ എടുത്തിട്ടുണ്ടോ അവരുടെ അനുവാദം കൂടാതെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കഥ തീർച്ചയായും കേട്ടിരിക്കണം. പുഷ്പദന്തൻ എന്ന ഒരു ഗന്ധർവൻ്റെ കഥയാണിത്. പുഷ്പദന്തൻ എന്ന ഗന്ധർവൻ ചിത്രരഥൻ എന്ന മഹാരാജാവിൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട കുറച്ച് പുഷ്പങ്ങൾ ശിവനെ പൂജിക്കുന്നതിന് വേണ്ടി പറിച്ചെടുത്തു. മഹാരാജാവ് ചിത്രരഥനും തൻ്റെ പൂന്തോട്ടത്തിൽ ശിവനെ പൂജിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പുഷ്പങ്ങൾ നട്ടുവളർത്തിയിരുന്നത്. തൻ്റെ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ കാണാതായപ്പോൾ അത് പറിച്ചെടുത്തത് പുഷ്പദന്തനാണെന്ന് മനസ്സിലായപ്പോൾ മഹാരാജാവ് പുഷ്പദന്തനെ ശിക്ഷിച്ചു. ഇതാണ് ഇന്നത്തെ കഥ. ഗന്ധർവന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വായുവിലൂടെ സഞ്ചരിക്കുന്നതിനും മനുഷ്യർക്ക് അദൃശ്യരായി മാറുന്നതിനും അവർക്ക് പ്രത്യേക ഒരു മാന്ത്രിക കഴിവുണ്ടായിരുന്നു. ഗന്ധർവന്മാർ സംഗീതത്തിൻ്റെ ആചാര്യന്മാരാണെന്ന് കണക്കാക്കി വന്നിരുന്നു. പുഷ്പദന്തൻ പരമ ശിവഭക്തനും മഹാപണ്ഡിതനും കവിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആലാപന വൈദഗ്ധ്യം കാരണം പുഷ്പദന്തനെ ദേവേന്ദ്രൻ്റെ ഇന്ദ്രസദസ്സിലെ ആസ്ഥാന സംഗീതജ്ഞനായി നിയമിച്ചിരുന്നു. പുഷ്പദന്തൻ തനിക്കിഷ്ടപ്പെട്ട എല്ലാ നല്ല പൂക്കൾ കൊണ്ടും ശിവനെ ആരാധിച്ചിരുന്നു. ഒരിക്കൽ പുഷ്പദന്തൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിത്രരഥ മഹാരാജാവിൻ്റെ രാജ്യത്തിലെത്തി. ആ രാജ്യത്തെ സൗന്ദര്യം കണ്ട് പുഷ്പദന്തൻ അതിശയിച്ചു. എന്നാൽ പിന്നെ ചിത്രരഥ മഹാരാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ പുഷ്പദന്തൻ പകച്ചുപോയി. താൻ ഇന്നുവരെ കാണാത്ത നല്ല നല്ല പുഷ്പങ്ങൾ മഹാരാജാവിൻ്റെ പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. കൊട്ടാര പൂന്തോട്ടം കണ്ട പുഷ്പദന്തന് സ്വയം നിയന്ത്രിക്കാനായില്ല. പുഷ്പദന്തൻ ആരോടും ചോദിക്കാതെ കഴിയുന്നത്ര പുഷ്പങ്ങൾ പറിച്ചെടുത്തു. പുഷ്പങ്ങൾ അനുവാദം കൂടാതെ പറിച്ചെടുക്കുന്നത് പാപമാണെന്ന് അറിയാമായിരുന്നെങ്കിലും പുഷ്പദന്തന് തന്നെ സ്വയം നിയന്ത്രിക്കാനായില്ല. ചിത്രരഥ മഹാരാജാവും ഒരു വലിയ ശിവഭക്തനായിരുന്നു. ശിവനെ ആരാധിക്കുന്നതിനും പൂജിക്കുന്നതിനും വേണ്ടി തന്നെയാണ് ചിത്രരഥ മഹാരാജാവ് ഈ പൂന്തോട്ടത്തിൽ ഇത്രയധികം പുഷ്പങ്ങൾ നട്ടുവളർത്തിയിരുന്നത്. പതിവ് പോലെ തൻ്റെ ശിവപൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ ശേഖരിക്കാൻ വന്ന ചിത്രരഥ മഹാരാജാവിന് അവിടെ പല പുഷ്പങ്ങളും കാണാനില്ലായിരുന്നു. പുഷ്പങ്ങൾ നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ് രാജാവ് അവിടുത്തെ കാവൽക്കാരെ വിളിച്ച് എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. കാവൽക്കാർക്ക് ഒന്നും അറിയുമായിരുന്നില്ല. കാവൽക്കാർ പറഞ്ഞു, ഞങ്ങളാരും എടുത്തിട്ടില്ല, പുഷ്പങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. കാവൽക്കാർ പറയുന്നത് ശരിയാണെന്ന് മഹാരാജാവിന് തോന്നി. അതുകൊണ്ട് അടുത്ത ദിവസം ഇതുപോലെ പുഷ്പങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഹാരാജാവ് അവിടുത്തെ കാവൽക്കാരുടെ എണ്ണം കൂട്ടുവാൻ ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും മഹാരാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസവും പുഷ്പങ്ങൾ കാണാനില്ലായിരുന്നു. ചിത്രരഥ മഹാരാജാവ് കോപം കൊണ്ട് വിറച്ചു. തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് മഹാരാജാവ് ഇനി എന്തു ചെയ്യണം, ഈ കള്ളനെ എങ്ങനെ പിടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. അതേസമയം കൊട്ടാര പുരോഹിതൻ മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മഹാരാജാവേ, കുറച്ച് വില്ലോപത്രം, അതായത് കൂവളത്തിൻ്റെ ഇലകൾ നമുക്ക് പൂന്തോട്ടത്തിൽ മുഴുവനും, പ്രത്യേകിച്ച് പൂക്കളുള്ള ചെടികളുടെ ചുറ്റും വിതറാം. ഈ കൂവളത്തിൻ്റെ ഇലയിൽ ചവിട്ടിയാൽ അദൃശ്യരായിട്ട് വരുന്നവരുടെ ശക്തി ഇല്ലാതാവുകയും പൂക്കൾ പറിക്കാൻ വരുന്ന സമയത്ത് ഈ ഇലകളിൽ ചവിട്ടുന്നത് കൊണ്ട് ഇലകൾ അനങ്ങിയ ശബ്ദമുണ്ടാകുമ്പോൾ
നമുക്ക് കള്ളനെ പെട്ടെന്ന് പിടിക്കാനും സാധിക്കും. അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് എത്രയും വേഗം കൂവളത്തിൻ്റെ ഇലകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കാവൽക്കാർ ധാരാളം കൂവളത്തിൻ്റെ ഇലകൾ കൊണ്ടുവന്ന് അതെല്ലാം പൂക്കളുള്ള ചെടികളുടെയും മരങ്ങളുടെയും ചുറ്റിനും വെതറി. ഇതൊന്നും അറിയാതെ പുഷ്പദന്തൻ വീണ്ടും പുഷ്പങ്ങൾ പറിക്കാൻ വേണ്ടി വന്നു. അറിയാതെ കൂവളത്തിൻ്റെ ഇലയിൽ ചവിട്ടി. അതേസമയം കൈലാസത്തിൽ മഹാദേവൻ തൻ്റെ ധ്യാനത്തിലായിരുന്നു. കൂവളത്തിൻ്റെ ഇല മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ആ കൂവളത്തിൻ്റെ ഇലയുടെ മുകളിൽ ആരോ ചവിട്ടിയെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. തൻ്റെ ശക്തി കൊണ്ട് മഹാദേവൻ അത് പുഷ്പദന്തനാണെന്ന് മനസ്സിലാക്കി. സാധാരണ മനുഷ്യരാണെങ്കിൽ ഞാനിത് ക്ഷമിച്ചേനെ, പക്ഷേ ദേവന്മാർക്കും ഈ ഗന്ധർവന്മാർക്കും കൂവളത്തിൻ്റെ ഇലയുടെ മാഹാത്മ്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പുഷ്പദന്തൻ്റെ എല്ലാ ശക്തികളെയും ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് മഹാദേവൻ പറഞ്ഞു. സാധാരണ ഗന്ധർവന്മാർക്ക് മനുഷ്യർ കാണാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് പുഷ്പദന്തനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. അങ്ങനെ പുഷ്പദന്തനെ തടവിലാക്കി കാവൽക്കാർ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. തൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് പുഷ്പങ്ങൾ പറിച്ചെടുത്തതിന്, മോഷ്ടിച്ചതിന് ചിത്രരഥ മഹാരാജാവ് പുഷ്പദന്തനെ ജയിലിലടച്ചു. ജയിലിലായിരിക്കെ പുഷ്പദന്തന് താൻ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലായി മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് പതിയെ മനസ്സിലായി. മഹാദേവനെ താൻ വിഷമിപ്പിച്ചു. അതുകൊണ്ട് മഹാദേവൻ തൻ്റെ അദൃശ്യനായിരിക്കാനുള്ള ശക്തി എടുത്തു കളഞ്ഞതാണ് അതിന് കാരണമെന്ന് പുഷ്പദന്തന് മനസ്സിലായി. ഇങ്ങനെ മഹാവിഷമത്തിലായ പുഷ്പദന്തൻ ജയിലിൽ വച്ച്, തടവറയിൽ വച്ച് കുറച്ച് ശ്ലോകങ്ങൾ രചിച്ചു. മഹാദേവൻ്റെ കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കുറേ ശ്ലോകങ്ങളായിരുന്നു അത്. ഈ ശ്ലോകങ്ങൾ കേട്ട്, ഈ സ്തോത്രങ്ങൾ കേട്ട് മഹാദേവൻ വളരെയധികം പ്രസന്നനായി. പുഷ്പദന്തൻ മനഃപൂർവ്വമല്ല ചെയ്തതെങ്കിലും ഒരു മോഷണമാണല്ലോ നടത്തിയത്. എന്നാലും ഈ സ്തോത്രങ്ങൾ കൊണ്ട് തന്നെ സേവിച്ചപ്പോൾ, താനതിൽ സന്തുഷ്ടനായപ്പോൾ മഹാദേവൻ പുഷ്പദന്തന് തൻ്റെ ശക്തികൾ വീണ്ടും തിരികെ കൊടുത്തു. ഈ സ്തോത്രങ്ങളാണ് ശിവമഹിംന സ്തോത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ വിശിഷ്ടമായ 39 ശ്ലോകങ്ങളാണ് പുഷ്പദന്തൻ രചിച്ചത്. ഈ ശ്ലോകങ്ങൾ ദിവസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ചെല്ലുന്നത് വളരെ നല്ല ഒരു കാര്യമായി കണക്കാക്കപ്പെടുന്നു. തൻ്റെ ശക്തികൾ വീണ്ടും കിട്ടിയ പുഷ്പദന്തൻ മഹാദേവനെ സ്തുതിച്ചു. പുഷ്പദന്തൻ്റെ ശിവമഹിംന സ്തോത്രം ചിത്രരഥ മഹാരാജാവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല, ഇനി ഒരിക്കലും ഇതുപോലെയുള്ള തെറ്റ് ചെയ്യില്ല എന്ന് പുഷ്പദന്തൻ സത്യം ചെയ്തു. അങ്ങനെ മഹാരാജാവ് പുഷ്പദന്തനെ ജയിലിൽ നിന്നും തടവറയിൽ നിന്നും മോചിതനാക്കി. ആരുടെയും അനുവാദമില്ലാതെ നമ്മൾ ഒരു സാധനവും എടുക്കരുത് എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പൂക്കൾ പറിക്കുന്നത് അടുത്തുള്ള അമ്പലത്തിൽ കൊടുക്കാനോ നമ്മുടെ വീട്ടിലുള്ള പൂജയ്ക്കോ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് വേറൊരാൾ നട്ടു വളർത്തുന്നത് അവർക്കും പൂജ ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലോ, അവർക്ക് നമ്മൾ കാരണം പൂജയ്ക്ക് പുഷ്പങ്ങൾ കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ അത് അവരെ വേദനിപ്പിക്കില്ലേ? അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, നമ്മളൊരാളുടെ അനുവാദം കൂടാതെ പുഷ്പങ്ങൾ പറിക്കുന്നത് ആരാധിക്കാനാണെങ്കിൽ പോലും തെറ്റായി, ഒരു പാപമായി കണക്കാക്കപ്പെടുന്നു. അതിന് നമ്മൾ എപ്പോഴാണെങ്കിലും ശരി ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് പുഷ്പങ്ങൾ പറിക്കുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങൾ അയൽവക്കത്തു നിന്നാണ് പുഷ്പങ്ങൾ പറിക്കുന്നത്, നിങ്ങൾ വേറൊരാളുടെ വീട്ടിൽ നിന്നാണ് പുഷ്പങ്ങൾ പറിക്കുന്നതെങ്കിൽ അവരോട് അനുവാദം ചോദിച്ചിട്ട് പറിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നതിനും താല്പര്യപ്പെടുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നല്ലൊരു കഥയുമായി കാണാം.
നമസ്കാരം.